ക്യാമ്പിൻ്റെ ആദ്യ ദിവസത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ ഭദ്രദീപം കൊളുത്തിയിട്ടാണ് നമ്മുടെ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഭദ്രദീപം തെളിയിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീ സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് ശ്രീ അജയൻ കെ നായർ സർ, പ്രൊമോ ആൻഡ് സ്പിരിച്വൽ ഡിവിഷൻ ഹെഡ് ശ്രീ ദിലീപ് സർ, അമൃത TV മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വൈസ് പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ എന്നിവരെ. വെൽക്കം യു ഓൾ ടു ദി സ്റ്റേജ്. In association with Laza Ice Cream, ICL FinCorp and Dhanalakshmi Bank, second day first session എന്തായിരിക്കും? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്ഥിരമായിട്ട് ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഫിറ്റ്നസ്, ഇന്നലെ ചോദിച്ചിട്ടുണ്ട് ഫിറ്റ്നസ് ഫ്രീക്സ് ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്സ് ഉണ്ടോ? ജിമ്മന്മാർ അങ്ങനെ ആരെങ്കിലും? ഇവിടെ ആർക്കും എക്സസൈസ് ചെയ്യേണ്ട ഒരു ഇഷ്ടമില്ല. ഇതെന്താ ഇങ്ങനെ? നമ്മൾ കുറച്ചുകൂടെ ഫിറ്റ് ഉണ്ട് 2-3 ജിമ്മന്മാരൊക്കെ കാണുന്നുണ്ട്. ജിമ്മന്മാർക്ക് പ്രായത്തിരി കുറവാണ്, പക്ഷെ ജിമ്മന്മാരാണ്. ഞാൻ അങ്ങോട്ട് വരവ് വെച്ചിരിക്കുന്നു, ജിമ്മന്മാർ തന്നെ. ആ സൈക്കിൾ ഔട്ടു അല്ലേ? ഓക്കെ, അപ്പോൾ ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ കുറച്ച് പേരൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സാധാരണ ചെയ്യണപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യും. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കേരളത്തിന്, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ ഊന്നി ഉറച്ചു നിൽക്കുന്ന ഒരു ആയോധനകൾ നമുക്കുണ്ട് കേട്ടോ. ഏതാണെന്നറിയോ? എന്താണ്? കളരിപ്പയറ്റ്. കറക്റ്റ്, കളരിപ്പയറ്റ്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെഷൻ കേട്ടോ. ഈ സെഷനിൽ കളരിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ആയോധന കലകളിൽ അഭ്യസിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ശാരീരിക ക്ഷമത നിലനിർത്തുവാനും ഒപ്പം നമ്മുടെ മനോബലം കൂട്ടുവാനും ഉപകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലം മുതൽക്കേ കളരി പോലെയുള്ള പാരമ്പര്യ മുറകൾ ചെറുപ്പം മുതലേ ആൺ പെൺ വ്യത്യാസമില്ലാതെ അഭ്യസിച്ചു വരുന്നത്. കളരിപ്പയറ്റിനെ എല്ലാ ആയോധന കലയുടെയും മാതാവ് എന്ന് വിളിക്കുന്നു. ഇതിൽ നിന്നാണ് മറ്റെല്ലാ മാർഷ്യൽ ആർട്സും രൂപപ്പെട്ടിട്ടുള്ളത്. ബോധിധർമ്മൻ കളരിപ്പയറ്റിനെ ചൈനയിലെത്തിച്ചു. പിന്നീടത് ഷാവോലിൻ എന്ന ആയോധന കലയായി കേരളത്തിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ഈ പുരാതനമായ ആയോധന മുറകൾ അഭ്യസിച്ചു വരുന്നു. കളരിപ്പയറ്റ് പൂർണ്ണമായ ഒരു ആയോധന കലയാണ്. അതായത് അത് വെറും ആത്മരക്ഷോപായം എന്നതിലുപരി ജീവിത രീതിയാണ് എന്നർത്ഥം. അഭ്യാസങ്ങളും ശരീരവഴക്കവും ശക്തിയും മുതൽ മരലോഹ ആയുധങ്ങൾ, വെറും കൈമുറകൾ കൂടാതെ ശരീരശാസ്ത്രം, ചികിത്സ തുടങ്ങിയ എല്ലാം കളരികളിൽ അഭ്യസിപ്പിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള വേദ കളരി അക്കാഡമിയാണ് കളരി സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതമായ വികാസത്തിനായിട്ട് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായ വേദ മാർഷ്യൽ ആർട്സിലെ നമ്മുടെ ടീച്ചേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിൻ്റെ തനത് ആയോധന കലയായിട്ടുള്ള കളരിപ്പയറ്റ്, ജാപ്പനീസ് കെരാട്ടെ, ഇന്ത്യൻ യോഗ, ഫിസിക്കൽ ഫിറ്റ്നസ് ജിംനേഷ്യം, ആയുർവേദ റിജുവനേഷൻ മസാജ് എന്നിവയെല്ലാം തന്നെ ഇവിടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വേദ കളരി അക്കാഡമിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ സുവിത്രൻ ഗുരുക്കളാണ്. അദ്ദേഹത്തെ ഏറെ നല്ലൊരു കൈയോട് കൂടിയിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുരുക്കൾ, വേദ കളരി അക്കാഡമിയുടെ സ്ഥാപകനായ ശ്രീ സുവ്രതൻ ഗുരുക്കൾ കളരിപ്പയറ്റ്, കരാട്ടെ, കുങ്ഫു, നിരവധി ആയോധന കലകളിൽ വൈദഗ്ധ്യമുള്ള ഒരു മാസ്റ്ററാണ് കേട്ടോ. ലോക പ്രശസ്തരായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നും വിദ്യ അഭ്യസിക്കുവാനായി അദ്ദേഹം വിപുലമായി സഞ്ചരിക്കുകയും തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ബോക്സിംഗ് അസോസിയേഷന് രൂപം നൽകുകയും ചെയ്തു. ആയോധന കലയോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം കേവലം ശാരീരികം മാത്രമല്ല, മറിച്ച് ചലനങ്ങൾക്ക് പിന്നിലെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ തേടുന്ന ദാർശനികമായ ഒന്നും കൂടെയാണ്. നമുക്ക് നല്ലൊരു കൈയ്യടി നൽകാം. ഒപ്പം തന്നെ ഗുരുക്കളെ ആദരിക്കാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായർ. ആൻഡ് മൊമെന്റോ നൽകാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രൊമോ ആൻഡ് സ്പിരിച്വൽ ഡിവിഷൻ ഹെഡ് ശ്രീ ദിലീപ് സർ. നമസ്തേ. ഓം ശ്രീ അമൃതേശ്വരി നമഃ. ഞാൻ ചെറിയ ഒരു വേദമന്ത്രം ചൊല്ലും. ഓം വിശ്വാനി ദേവ സവിതുർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആസ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ
മുൻഷി ഭവൻസ് സ്കൂൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞു, ക്ഷണിച്ചു. അപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അതിലുപരിയായിട്ട് അമൃത TV ആണ് കൂടുതൽ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്തു. തീർച്ചയായും വരണമെന്ന് പറഞ്ഞു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളെ ട്രൂപ്പ് എത്തിയിട്ടുണ്ട്. കൂടാതെ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വര കൃപ കൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ സഹധർമ്മിണിയാണ് രാധ ടീച്ചർ. അവരാണ് പരക്കെ അറിയപ്പെടുന്നത്. എൻ്റെ സഹധർമ്മിണി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അവർ ആണ് ഇത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം ക്ഷമയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനൊന്ന് റിട്ടയറായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ ചെറുപ്പമാണല്ലോ എന്ന്. വളരെ ചെറുപ്പം. നിങ്ങൾ പറയണ വയസ്സാണ് എൻ്റെ വയസ്സ്. നിങ്ങൾ 32 പറഞ്ഞാൽ ഞാൻ 32, 60 പറഞ്ഞാൽ ഞാൻ 60, 70 പറഞ്ഞാൽ 70, 75 പറഞ്ഞാൽ ഞാൻ 75. നിങ്ങൾ എത്ര പറഞ്ഞോ അതാണ് എൻ്റെ വയസ്സ്. ഇനിയൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. എന്തായാലും വർഷങ്ങൾ കുറേ മുമ്പ് 1960കളിൽ 68കളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് തൊട്ട് വേദകളരി പാഠശാല രൂപം കൊള്ളാനുള്ള ആദ്യ പരിശ്രമങ്ങൾ തുടങ്ങി. 76ഓടുകൂടി വേദകളരി പാഠശാല മുൻപന്തിയിൽ വന്നു. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം കളിയിൽ അല്പം കാര്യം, അതാണ് നമ്മുടെ വിഷയം അല്ലേ? അതിൽ കൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും 24 മണിക്കൂർ ഇരുന്നിട്ട് വളരെ ഗുരുതരമായ വിഷയങ്ങൾ പഠിച്ചാൽ നമുക്ക് നല്ലൊരു ശിരോമണിയാവാം, മണ്ട ശിരോമണി. അതല്ല, കളിയിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പ്രാവർത്തികമാക്കാൻ പറ്റും. അതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം. കളിച്ചുകൊണ്ട് പഠിക്കുക, കളിച്ചുകൊണ്ട് വളരുക. അതോടൊപ്പം തന്നെ പഠനം നടക്കണം. അതിന് വേണ്ട അത്ര ഫെർറ്റൈലായിട്ടുള്ള ഫലഭൂയിഷ്ടമായ ഒരു വേദിയാണ്, സ്ഥലമാണ് ഇത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതിയായ സന്തോഷമാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരംഭിക്കുമ്പോൾ കളരീനെ പറ്റി ഒരു വാക്ക് മാത്രമാണ് ഇപ്പോൾ പറയണത് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ, കളരി കളിയാണോ കാര്യമാണോ എല്ലാമാണ്. കളരി എന്ന് പറഞ്ഞാൽ അരികളാകുന്ന കളകൾ മുളയ്ക്കാത്ത ഭൂമി. അരി നമുക്കറിയാലോ, കുട്ടികൾക്കൊക്കെ അറിയാം അരി എന്താണ്. എന്തരിയാ? എന്താണ് അരി? ശത്രു. ആരാണ് ശത്രു? നമ്മൾ തന്നെ. അപ്പം നമ്മളിലുള്ള ശത്രുവിനെ വകവരുത്തി ശുദ്ധമായ പവിത്രമായ ഒരു മനസ്സിനെ വാർത്തെടുക്കാനാണ് കളരി മുൻതൂക്കം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കളിയിൽ അല്പം കാര്യം പോലെ ബലിഷ്ഠമായ ശരീരവും ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ പ്രധാന ഉദ്ദേശം മനസ്സിനെ ഒതുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒതുക്കുക. അത് കളരിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിവിടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒന്നുകൊണ്ട് വിളിച്ചാൽ കയറി വരാൻ നിങ്ങൾ സഹകരിക്കണം. മാത്രമല്ല, കളരിയിൽ കടക്കുക എന്ന് പറഞ്ഞ ചടങ്ങ് തന്നെ വളരെ പാവനമായ ഒരു ചടങ്ങാണ്, കളരിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റംസിലേക്ക് ഞാൻ കടക്കുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു, അതോടൊപ്പം തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിൽ പരം കുറച്ച് സമയമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശരത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് നന്ന ചെറുപ്പം മുതൽ കളരിയിൽ വന്ന് പരിശീലിച്ചു വരുന്നത്. അദ്ദേഹമാണ് ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ട് നിലകൊള്ളുന്നത്. പിന്നെ മാസ്റ്റർ ശ്യാം മാഷുണ്ട്. അദ്ദേഹം വ്യാസ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc യോഗ ഫിനിഷ് ചെയ്തു. കാലങ്ങളായി യോഗയും കളരിയും ഒരുമിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. കളരിയിലേക്ക് കടക്കുന്ന വിധം അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. കളരിയിലേക്ക് കടക്കുന്നത് തന്നെ വലത്തുകാല് വെച്ച് തൊട്ട് വന്നിച്ച് തിരിഞ്ഞു കടക്കുകയാണ്. എന്തിനിത് ചെയ്തു? നമ്മളുടെ അജ്ഞാതമായ ശക്തികൾ ഉണരാനും
ബാഹ്യമായിട്ട് ഒരു പ്രതികരണശേഷി മുളയിലേ തന്നെ വാർത്തെടുക്കണം. വലത്തുകാൽ ഊന്നി ഒന്ന് തിരിഞ്ഞുകൊണ്ടാണ് കടന്നത്. രണ്ടാമത്തെ സമ്പ്രദായത്തിലുള്ള കടക്കൽ വരുന്നുണ്ട്. ഒന്നാമത്തെ സമ്പ്രദായം ചെയ്തു, കുട്ടി വീണ്ടും നിങ്ങൾക്ക് മുന്നാകെ ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സമ്പ്രദായത്തിൽ കടക്കുന്നതാണ് കാണിക്കുന്നത്. അത് മലർന്ന് തിരിഞ്ഞ് കിടക്കുകയാണ്. കാലുകളുടെ എണ്ണങ്ങളൊക്കെ ശരിയായിരിക്കും. കളരി പ്യുവർ സയൻസാണ്. ഒന്നുകൂടി അടിവരയിട്ട് ഞാൻ പറയും. കാരണം ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷൻ, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിലേക്ക് കടക്കണമെങ്കിൽ നമുക്കത് കടക്കണം. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് ചേർന്നതല്ല. ക്വാണ്ടം ഫിസിക്സിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടത് ഒരുപാടുണ്ട്. അതിലേക്ക് ഞാൻ അപ്പം കിടക്കുന്നില്ല. ഇനി മൂന്നാമത്തെ തരത്തിൽ കടക്കാൻ പോകും. വലത്തുകാൽ ഊന്നി ആക്കമെടുത്ത് പൊങ്ങി തിരിഞ്ഞ് ചാടിയിട്ട് വേണം കളരിയിലേക്ക് കിടക്കാൻ. ഇതാണ് കളരിയിലേക്ക് എൻ്റർ ചെയ്യൽ. അടുത്തത് കളരി വന്ദനം, തൊഴുന്ന വിധം. നമ്മളെല്ലാവരും കേട്ട് കാണും സൂര്യ നമസ്കാരം. എത്ര ആൾക്കാർ കളരി നമസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്? അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് കളരി നമസ്കാരമാണ്. കളരി നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സാണ്. ഒരുപാട് മൂവ്മെൻറ്റ്സിനെ പുരാതന ആചാര്യന്മാർ, ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാത്ത പക്ഷേ ഭയങ്കര ധീക്ഷണശാലികളായ ആചാര്യന്മാർ കോർത്തിണക്കി വെച്ചിട്ടുള്ളത്, പാരമ്പര്യത്തിൽ നിന്നും തെല്ലിട വ്യതിചലിക്കാതെ ആ ശൈലിയിലുള്ള തൊഴുത്ത്. കളരിയിൽ എങ്ങനെ തൊഴണം? കളരി പഠിച്ച കുട്ടികൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. കാരണം പല ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങളൊക്കെ സ്വീകാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ തൊഴുത്ത്, കളരി തൊഴുത്ത്? തൊഴുത് വലിഞ്ഞു നിന്ന് വലത്ത് നടന്ന് കളരി തൊട്ട്, വലത്തേത് തൂക്കിയെടുത്ത് വലത്ത് നടന്ന്, ഇടത്ത് തൂക്കി ഇടത്ത് നടന്ന്, വലത്തേതിൽ പടിഞ്ഞിരുന്ന് കെട്ടിത്തൊഴുത്, വേദങ്ങളിലെ മാർജനം, അംഗസ്പർശം മുതലായ കരചലനാദികളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ചെറുവടി. ഏത് വിഷയങ്ങൾ എടുക്കുമ്പോഴും ആ ആയുധത്തിനെ വന്നിച്ച് വണങ്ങി എടുക്കണം. അപ്പോൾ ചെറുവടി എന്ന് പറഞ്ഞാൽ മുച്ചാൻ വടി. മുച്ചാൻ വടിയിലെ തൊഴുന്ന സമ്പ്രദായം, എല്ലാം തൊഴുന്ന സമ്പ്രദായത്തിൽ മാത്രമേ ഒരു ആയുധം എടുക്കാൻ പറ്റുള്ളൂ. എടുത്ത് വന്നിച്ച് മടിയിൽ വെച്ചു.
നിങ്ങൾക്കറിയാലോ കാലുകളുടെ സ്വാധീനം എന്തിനാണ് ഏതിനാണ്. കാരണം നമ്മളെ ഹിപ്പ് ജോയിൻ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്, അതിൻ്റെയൊക്കെ പ്രവർത്തനം ശരിയാക്കിയെടുക്കണം. നേർക്കാൽ എന്ന് പറഞ്ഞ കാലാണ് അല്ലേ? പേര് കേട്ട പോലെ ഒരു നേരുണ്ട് അതിൽ, കാല് പൊന്തി പോണം. വീത്തുകാൽ, കാല് വട്ടണ ചലിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹിപ്പ് ജോയിൻറ്റിലുള്ള പ്രത്യേകതകൾ മനസ്സിലാവും. ഇരുത്തിക്കാൽ, ക്ഷതവിധി ബഗവധ എന്ന് പറയുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തിലുള്ള മെയ് പരിശീലനമാണിത്. ഭീമൻ ബഗൻ എന്ന് പറഞ്ഞ അസുരനെ വധിക്കാൻ പോകുമ്പോഴൊക്കെ ഇത് ധാരാളം പരിശീലിച്ചിരുന്നു. നമുക്ക് ഭീമനെ അറിയാം, ബഗനെ അറിയാം. താളിയോലകളിൽ മാത്രം നിക്ഷിപ്തമായി ഒതുങ്ങിക്കിടക്കുകയാണ് ക്ഷതവിധി ബഗവധ മുറ. അതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വടക്കൻ കളരിയുടെ മെയ്പ്പയറ്റല്ല, ക്ഷതവിധി ബഗവധ മുറ ഒടിമുറിശ്ശേരി താളിയോല ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നതിനെ വെളിയിലേക്ക് കൊണ്ടുവരണം. അടുത്തത് കടത്തനാട് ദേശത്ത് 5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിക്കൊണ്ട് പ്രത്യേകം പുരാതന ആചാര്യന്മാർ സംജാതമാക്കിയിട്ടുള്ള ഒന്നാണ് കൈകുത്തിപ്പയൽ. വലിഞ്ഞമർന്ന് കൈകൾ കുത്തിക്കൊണ്ടാണ് മുന്നേക്കം പോകുന്നത് കാണും. കടത്തനാട് ദേശത്താണ്. കടത്തനാട് എന്ന് പറഞ്ഞാൽ വടകര ഏരിയയാണ്. ഞാൻ കളരിപ്പയറ്റിൻ്റെ റിസർച്ചിനായിട്ട് നടങ്ങിയിരുന്ന സ്ഥലങ്ങളിലും ഇവിടെ എല്ലാം നടന്നു. അത് അടുത്തത് കഠാരി കയ്യിലേന്തിയ ഒരാൾ നിരായുധനായ ഒരാളെ ആക്രമിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. ജൂഡോൻ്റെ ബെഡ് വേണം. ചുരുട്ടി ഇരട്ടി എന്ന് പറഞ്ഞ രൂപത്തിൽ ശത്രുവിനെ ഒതുക്കിയിരിക്കുകയാണ്. കളരിപ്പയറ്റിലെ പ്രധാന ഇനമായ കളരിപ്പയറ്റിൻ്റെ ഹൃദയമായ കളരിപ്പയറ്റിലെ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒറ്റപ്പയറ്റ് വളഞ്ഞ ഒരു വടിയാണ്. പക്ഷെ അതല്ല ആയുധം.
അത് ശരീരത്തിനും മനസ്സിനെയും സംസ്കരിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ്, അതൊരു ആയുധമല്ല. കളരിയുടെ പ്രത്യേകത ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത് ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരീരത്തിനെ സംസ്കരിക്കണം, അത് ശരിയാണ്. ശരീരം കാണപ്പെടുന്ന സത്യം, മനസ്സ് കാണപ്പെടാത്ത സത്യം. കാണപ്പെടാത്തതിലേക്ക് പ്രവേശിക്കാൻ കാണപ്പെടുന്നതിനെ ഒന്ന് ഒതുക്കണം. ഒരു പിഞ്ചു കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടു കൂടി, സ്നേഹത്തോടു കൂടി എടുത്ത് അവർ മടിയിൽ വെച്ച് അവിടെ നിന്ന് മാറി. ഇപ്പൊ കാണിച്ചത് വന്ദനം. നിങ്ങൾ ഒരു നമസ്കാരം കേട്ടിട്ടുള്ളൂ, സൂര്യ നമസ്കാരം. മറ്റൊരു നമസ്കാരമുണ്ട്, കളരി നമസ്കാരം. അത് കണ്ടു കഴിഞ്ഞു. ഓരോ ആയുധങ്ങൾക്കും ഓരോ നമസ്കാരമുണ്ട്. അങ്ങനെയാണ് കളരിയുടെ മഹത്വം പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത്. ഒറ്റ എടുത്ത് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ശരീരത്തിൻ്റെ വിവിധ മർമ്മസ്ഥാനങ്ങളിലേക്ക് ഒറ്റക്കോൽ കൊണ്ട് പ്രയോഗിക്കുന്നതാണ്. ഒരു പിടിച്ചുപറി സീനാണ്. ഏറെ ഒരു കശ്മലൻ ഒരു കുട്ടീനെ ആക്രമിക്കാൻ വരികയാണ്. പതിയെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടീനെ ഒരു വാള് എടുത്തിട്ടുണ്ട്, വെട്ടാനാണ്. ഒരു പ്രത്യേക രൂപത്തിൽ അയാളെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. അടുത്തത് നീട്ട് കഠാരി. ഒരു പ്രത്യേക തരത്തിലുള്ള കഠാരിയാണ്. പണ്ട് കാലത്ത് യുദ്ധത്തിന് കാര്യമായി ഉപയോഗിച്ചിരുന്നതാണ്.
ഒരാൾ നിരായുധനാണ്. പകർച്ചക്കാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂച്ചയുടെ ശരീരലാഘവവും എളമാനിൻ്റെ വേഗതയും കളരി അഭ്യാസിക്ക് നേടിക്കെടുക്കുന്നത് മെയ് അഭ്യാസ മുറകളാണ്. വടിവുകളിൽ നിന്നുകൊണ്ടാണ് കളരി അഭ്യാസി ശരീരത്തെ ദൃഢതരമാക്കുന്നത്. ശരീരത്തിനെ ദൃഢതരമാക്കുന്നത് വടിവുകളിലൂടെയാണ്. മെയിനായിട്ട് 8 വടിവുകളാണ് കളരിയിൽ പരിശീലിക്കേണ്ടത്. ഗജവടിവ്, ഗജവടിവിൽ നിൽക്കുമ്പോൾ അരക്കെട്ടിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കശേരുക്കളെ വളരെ ശാസ്ത്രീയമായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവർ താഴുന്നത്. പ്രത്യേകിച്ച് ലംബാർ വെർട്ടിബ്രെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ തൊറാസിക് റീജിയൻ, തൊറാസിക് വെർട്ടിബ്രെ. സിംഹവടിവ്, പയ്യനോട് കൈ പൊക്കി പിടിക്കാൻ പറ്റും. സിംഹവടിവ്, അശ്വവടിവ്, വീണ്ടും അശ്വവടിവ്, മാർജാരവടിവ്, സർപ്പം, കുക്കുടം, വരാഹം, മത്സ്യം,
ഹാഫ് ഹെസിറ്റേഷൻ, നിങ്ങൾക്ക് കുറേ ഇൻഹിബിഷൻസാണ്. ഒരു കുട്ടിയോട് കയറി വന്ന് ഇവിടെ നിന്നിട്ടൊന്ന് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവും? നിങ്ങൾ എന്താ ഒന്ന് കൈയടിക്കാത്തത്? ഇഷ്ടമായില്ലെങ്കിൽ അത് പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. എന്തിനാണ് ഇൻഹിബിഷൻ? നിങ്ങൾ അവിടെ നിന്നിട്ട് എന്നോട് പറയണേ, ഗുരുക്കളെ ഒരു ക്യാബറേ ഡാൻസ് ഇവിടെ ചെയ്യുമെന്ന് പറയണം. ഇപ്പം ചെയ്യും ഞാൻ. നിങ്ങൾക്ക് വല്ല നാണുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് നാണല്ല. കാരണം കളരിയാണ് എന്നെ ഈ രൂപത്തിലാക്കിയിട്ടുള്ളത്. വാൾ ചുഴറ്റി വീശി തിരിഞ്ഞത് സിംഹത്തഞ്ചം പിടിച്ച് വലത്ത് വെച്ച് വാൾ ചുഴറ്റി ചാടി ഇടപുറം കണ്ടു വീണ് നേക്കടിച്ചു വാങ്ങി. ചവിട്ടിപ്പൊങ്ങി തലയ്ക്ക് വെട്ടി താഴ്ത്തി വെട്ടി ചൊറച്ചു വെട്ടി തിരിച്ചൊഴിച്ച് വാങ്ങുവിൽ ചവിട്ടിപ്പൊങ്ങി കുത്തിയിൽ വാങ്ങിയമർന്ന് വാളോട് പരിചയ ചേർന്ന് തടുത്തു പൊങ്ങി മേക്കിടിച്ചു വാങ്ങി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൂട്ടം കൂട്ടമായി വരുന്ന ആൾക്കാരോട് പൊരുതുവാൻ ഉപയോഗിക്കുന്നതാണ് ഉറുമി. തൃശ്ശൂരിലെ വേദ കളരി മുല്ലശ്ശേരിയിലെ ഏതാനും കുട്ടികളാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. കഷ്ടി 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ ബാംഗ്ലൂർ, ബാഗൽകോട്ട്, ചെന്നൈ മുതലായ സ്ഥലങ്ങളിലും ഡൽഹിയിലൊക്കെയാണ് കുട്ടികൾ കൂടെ വന്നിരുന്നത്. ഒരുപാട് ആൾക്കാർ, 10,000-4,000 ആൾക്കാരുണ്ടായിരുന്നു ഒരേ സമയം, നോർത്ത് ഇന്ത്യയിലൊക്കെ. ഇത് കഴിഞ്ഞ് ഇന്ത്യക്ക് പുറത്തേക്ക് ഞങ്ങൾക്കിത് വ്യാപിപ്പിക്കാൻ പറ്റി. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ഫോറിനേഴ്സ് വന്ന് പഠിച്ചു പോയി. ഫോറിനേഴ്സിന് മാത്രം ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. അവർ തന്നെയാണ് അതിൻ്റെ പ്രൈസ് നിശ്ചയിച്ചത്. നമുക്കൊന്നുമില്ല, അല്ല, നമുക്ക് പ്രൈസിനല്ല, അത് ഫോറിനേഴ്സിന് മാത്രമായിരുന്നു. എല്ലാ ഫോറിനേഴ്സും അവർ വന്ന് പങ്കെടുത്തു. അവർക്ക് ഇതുപോലെ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിൽ വിജയിച്ചവർക്കണത് സമ്മാനം കിട്ടുക. അത് അവർ തന്നെ നിശ്ചയിക്കുന്നു, അവർ തന്നെ കൊടുക്കുന്നു. ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. ക്യാഷ് പ്രൈസ് പറയണോ? അവർ കൊടുക്കുന്നതാണ്, ഞാനല്ല. നമുക്കത് പറയാനേ പറ്റുള്ളൂ, കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ക്യാഷ്. $1 million. ക്യാൻ യു ഇമാജിൻ? ഫസ്റ്റ് പ്രൈസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് നമ്മളെ കളരിയിൽ. ഈ മലയാള മണ്ണിൻ്റെ നനവുള്ള ഈ കളരിപ്പയറ്റ് മറ്റ് കലകളെ മാറ്റിവെക്കും. എല്ലാ കലകളും നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാവരുടെയും സഹകരണങ്ങൾ കളരിപ്പയറ്റെന്ന് കേട്ട മാത്രയിൽ കേവലം ശരീരത്തിന് മാത്രമല്ല, കാരണം മനസ്സിനെ ഏകോപിപ്പിക്കണം. മനസ്സിന് ശരീരത്തിന് ഏകോപിച്ച് കൊണ്ടുവരണം. ആദ്യം ശരീരത്തിനെ ഒന്ന് ഏകോപിപ്പിക്കണം. കാരണം ശരീരമാണ് ടാൻജിബിളായിട്ടുള്ള ട്രൂത്ത്, കാണപ്പെടുന്ന, തൊട്ട് നോക്കാനും രുചിച്ച് നോക്കാനും പറ്റുന്ന
ശരീരം മാത്രമേ ഉള്ളൂ. മനസ്സെന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തതാണ്. വളരെ സെറ്റിലായിട്ടുള്ള ഫിലോസഫിയാണ്. മനസ്സിലാക്കാനും പറയാനും കുട്ടികളോട് പറയാൻ പറ്റിയതുമല്ല. അതാണ് ഞാൻ നേരത്തെ ക്വാണ്ടം ഫിസിക്സൊക്കെ സൂചിപ്പിച്ചത്. മനസ്സിലായോ? അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് കളരിപ്പയറ്റിൻ്റെ പൂർണ്ണ വ്യാപ്തി മനസ്സിലാവുള്ളൂ. സോ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച് ഇതൊക്കെ കാണിക്കാനും വേണ്ടിയിട്ട് നിങ്ങളും പങ്കെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമായി. എല്ലാ പങ്കെടുക്കാൻ വന്ന കുട്ടികളെല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രം ദ വെരി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഗ്രേറ്റ്. തിരുശൂർക്കും അമൃത ടിവിയുടെ നന്ദി അറിയിക്കുകയാണ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.